ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു അടിപൊളി റിവ്യൂവിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ലാലേട്ടൻ വന്നു, എല്ലാവർക്കും കണക്കിന് കൊടുത്തു. ഇന്നലെ വന്ന സമയത്ത് എല്ലാവർക്കും ആവശ്യത്തിനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ആവശ്യത്തിനൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിലരൊക്കെ പറഞ്ഞു ഇന്നലത്തെ എപ്പിസോഡ് ഒരു നനഞ്ഞ പടക്കം പോലെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല. സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്നിട്ട് എല്ലാവരെയും വാരിയിട്ട് കുടയുകയാണെങ്കിൽ അവർ തന്നെ ഒന്ന് പേടിച്ചു പോവില്ലേ? പിന്നീട് അവർക്ക് ഗെയിം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പോലും അവർ ശരിക്കും ഒന്ന് അറച്ചു പോവും. അപ്പോൾ ഇന്നലെ അങ്ങനെ ആയിരുന്നുവെങ്കിലും ഇന്ന് കുറേ കൂടി സ്ട്രോങ് ആയിട്ടാണ് വന്ന് കാര്യങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ തന്നെ നല്ല അടിപൊളി കിടിലൻ ലുക്കിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. വീട്ടുകാരും അതുപോലെ തന്നെ നല്ല അടിപൊളി ലുക്കിലായിരുന്നു. അപ്പോൾ ഇന്ന് പുറത്ത് പോയിരിക്കുന്നത്, വീട്ടിൽ നിന്ന് പുറത്ത് പോയിരുന്നത് നമ്മളൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രഞ്ജിത്തായിരുന്നു, മുൻഷി രഞ്ജിത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീട്ടുകാർ രേണുസുതിയൊക്കെ നല്ല ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. രേണുസുതി മാത്രമല്ല, ആ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരും, അനുമോൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. വോട്ട് പുറത്ത് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അവർക്കറിയില്ലല്ലോ. പക്ഷേ അവരെല്ലാവരും വളരെ സേഫായി. അവർക്കൊന്നും മറ്റുള്ളവരാരും തന്നെ പുറത്ത് പോവേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയെങ്കിലും അവരൊക്കെ നിന്ന് നന്നായിട്ട് ഗെയിം തുടരട്ടെ എന്ന് തന്നെയാണ് പറയാൻ പോകുന്നത്. പിന്നീടെന്ന് വെച്ചാൽ ഇന്ന് എല്ലാവരേക്കും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പരാതിപ്പെട്ടി എടുത്ത് വെച്ചിട്ട് പരാതികൾ ഓരോന്നായിട്ട് വായിച്ച് കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഓരോരുത്തരുടെ അടുത്തും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇന്നതുപോലെ ഉള്ള പരാതി എഴുതിയിടാനുണ്ടായ കാരണത്തെക്കുറിച്ചിട്ടൊക്കെ ഓരോരുത്തരുടെ അടുത്തും ചോദിക്കുന്നുണ്ടായിരുന്നു. അനീഷിനെ കുറിച്ചാണല്ലോ 2 ബോക്സിലായിട്ടാണ് പരാതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, എഴുതിയിട്ടത്. അപ്പോൾ അനീഷിനെ കുറിച്ചിട്ട് പറഞ്ഞ പരാതികളെല്ലാം ഒരു ബോക്സിലും അല്ലാതെയുള്ളത് മറ്റൊരു ബോക്സിൽ, അങ്ങനെയായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അനീഷിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ഇപ്പോൾ അനുമോളെ പറഞ്ഞ സംഭവമാണെങ്കിലും ആകാശത്ത് നിന്നും താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, അതെന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അവർ അങ്ങനെ പറയാനുണ്ടായിരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ നിൽക്കില്ല, അവർക്ക് ഒരു സെലിബ്രിറ്റി ആണെന്നുള്ള ആ ഒരു ജാടയൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, അനുമോള് എന്ന് പറഞ്ഞാൽ നിലപാടില്ല. അതായത് പറയുന്നതെന്ന് പറഞ്ഞാൽ ആ ടോയ്ലറ്റിൽ നടന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു അണ്ടർ ഗാർമെൻറ്റ്സിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെക്കുറിച്ചിട്ടായിരുന്നു അനീഷ് പറഞ്ഞത്. അപ്പോൾ അതിലെല്ലാത്തിലും രസമായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ അവർ ടോയ്ലറ്റിൽ ആ ഒരു അണ്ടർ ഗാർമെൻറ്റ്സ് വച്ചതിനെ കുറിച്ചിട്ട് അനുമോളോട് ചോദിക്കുന്ന സമയത്ത് അനുമോളത് അറിയാമായിരുന്നിട്ട് പോലും പറഞ്ഞില്ല, അതുകൊണ്ട് നിലപാടില്ലാത്ത സ്ത്രീയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജിസൈലിനാണെങ്കിൽ മുഖം പൊത്തി പിടിക്കുന്നു. ഭയങ്കര നാണക്കേട് ജിസൈലിന്, അതായത് പുള്ളിക്കാരത്തിയുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ആണല്ലോ, അത് പറഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും ഞാൻ അന്നേരം ഓർത്തു, ഇവരെന്തിനാ ഇത്രയേറെ നാണക്കേട് ഇവർക്ക് തോന്നേണ്ട കാര്യം? കാരണം ഏറ്റവും മോശമായ രീതിയിൽ പെയിൻ്റ് അടിച്ച് നിർത്തിയിരിക്കുന്നത് കണക്കാണ് ഈ ജിസൈലിൻ്റെ വേഷം എന്ന് പറയുന്നത്. അങ്ങനെ വേഷം ഇട്ടിരിക്കുന്ന ഒരാൾക്ക് അണ്ടർ ഗാർമെൻറ്റ്സ് എന്ന ഒരു പേര് പറയുമ്പോൾ ഇത്രയേറെ നാണക്കേട് തോന്നേണ്ട കാര്യം എന്താണ്? അറിയില്ല. അങ്ങനെ ഇദ്ദേഹം എല്ലാവരോടും ഓരോരുത്തരോടത്തും വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് എല്ലാവരും പറഞ്ഞത് അനീഷ് ആരും പറയുന്നത് കേൾക്കാനായിട്ട് നിൽക്കില്ല. അനീഷ് എന്ന് പറയുന്ന ആൾ എന്ത് ചോദിച്ചാലും അതിനൊന്നും മറുപടി പറയില്ല, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പരാതി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അനീഷിനോട് ചോദിച്ചു, എന്താ ഇതിങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അനീഷ് വ്യക്തമായിട്ട് പറയുകയാണ്, എനിക്കിവരെ എല്ലാവരെയും നന്നായിട്ട് അറിയാം, ഇവരോട് എന്ത് ചോദിച്ചാലും ഇവരോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഇവരെല്ലാവരും ഒരു ഗ്രൂപ്പാണ്. അതുമാത്രമല്ല, അന്ന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്, അതായത് ക്യാപ്റ്റൻ ആവാനുള്ളൊരു ചാൻസ് തന്നെ ആ മുഖത്ത് ആ ഒരു ക്രീം തേച്ചതായിരുന്നല്ലോ. അപ്പോൾ ഇഷ്ടമില്ലാത്ത ആളിൻ്റെ മുഖത്ത് ആ ഒരു ക്രീം തേച്ച സംഭവത്തിൽ തന്നെ കൂടുതൽ ആളുകളും ചൂസ് ചെയ്തത് അനീഷിനെ തന്നെയായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ അനീഷിന് മനസ്സിലായി, അനീഷിനോട് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള രീതി മനസ്സിലായി. അപ്പോൾ അനീഷ് തന്നെ മനസ്സിൽ വിചാരിച്ചു, ഇവരിൽ നിന്നെല്ലാം ഒരു കൈ അകലത്തിലേ ഞാൻ നിൽക്കുകയുള്ളൂ, എനിക്കിവരെ ആരുടെയും സപ്പോർട്ട് ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനായിട്ടാണ് വന്നത്, അതുകൊണ്ട് എനിക്ക് ഇവരോട് ആരോടും ഐക്യതയിൽ പോവാൻ താല്പര്യമില്ല എന്ന് പുള്ളിക്കാരൻ തീർത്ത് പറഞ്ഞു. അത് ലാലേട്ടന് ഒരുപാട് ഇഷ്ടമായി, അദ്ദേഹം അതിനെ സപ്പോർട്ട് ചെയ്ത് ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് വീണ്ടും അനീഷിനെതിരെ പറഞ്ഞിട്ട് പരാതി പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്നെ അനുമോളും അതുപോലെ അപ്പാണി ശരത്തൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തിന് നിങ്ങളോട് ആരോടും ഒരു കൈ അകലത്തിൽ നിൽക്കാനാണ് ഇഷ്ടമെങ്കിൽ അതങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു. പലരും പരാതി പറഞ്ഞ സമയത്ത് തന്നെ അനീഷിനെ വളരെ സേവ് ചെയ്താണ് ലാലേട്ടൻ
സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അയാളോട് ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം അയാൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു. പിന്നീടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി വാ തുറന്നില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വീടെന്ന് വെച്ചാൽ ഓണവില്ല് മീട്ടുന്ന ഒരു പരുവത്തിലായിരിക്കും. കാരണം പിന്നീട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മേക്കപ്പും ഇട്ട് തമാശയും പറഞ്ഞ് അങ്ങനെ അങ്ങ് പോവത്തേ ഉള്ളൂ. ഒരു കണ്ടൻറ്റും ഉണ്ടാവില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശരിക്കും നമ്മളൊക്കെ നോക്കുമ്പോൾ ഇദ്ദേഹം ഒരുപാട് ചൊറിയുന്നു, മറ്റുള്ളവരെ ഒരുപാട് പ്രൊവോക്ക് ചെയ്യുന്നു, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആ ഒരു വ്യക്തി അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഈ രീതിയിൽ റിയാക്ട് ചെയ്തില്ലെങ്കിൽ അവിടെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പുള്ളിക്കാരൻ എല്ലാവരെയും മാക്സിമം ചൊറിഞ്ഞിരിക്കുമെങ്കിലും മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും പിന്നീട് വാ തുറക്കില്ല. ഈ 18 പേരും കൂടി ഒരുമിച്ച് ചെന്ന് ആക്രമിച്ചു കഴിഞ്ഞാലും ചലിക്കില്ല. ഒരിടത്ത് ഇരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടേയിരിക്കും. നടക്കുകയാണെങ്കിൽ കയ്യും കെട്ടി മിണ്ടാണ്ട് നടക്കും. ശരിക്കും പറയുകയാണെങ്കിൽ അത് വല്ലാത്തൊരു കഴിവ് തന്നെയാണ്, വല്ലാത്തൊരു കഴിവ് തന്നെ. നമുക്ക് ആരെ കൊണ്ടും പറ്റില്ല ഇങ്ങനെ വാ അടച്ച് വെച്ച് മിണ്ടാണ്ട് ഇങ്ങനെ നടക്കാനായിട്ടൊന്നും. അപ്പോൾ എന്തായാലും ഇവരെല്ലാവരും കാണുന്നുണ്ട്, ഈ ഗെയിം എന്താണെന്നൊക്കെ ഉള്ളത് അവിടെയുള്ള ടീം അംഗങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്. പിന്നെ ഡോക്ടറെ കുറ്റം പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനും ഈ അനുമോളടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരോടും എഴുതിയിട്ട ആ പേപ്പറിൽ എഴുതിയിട്ടതും എഴുതിയിടാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരടുത്തും ചോദിച്ച് വളരെ ക്ലിയർ വരുത്തിയ വളരെ നല്ലൊരു വീക്കെൻഡ് എപ്പിസോഡ് തന്നെയായിരുന്നു. പിന്നെ ഇതേക്കുറിച്ചിട്ട് ഒരുപാടൊന്നും പറയുന്നില്ല, അത് നമ്മൾ പിന്നീട് ഓരോരോ വീഡിയോകളായിട്ട് പറയാം. ഓരോരുത്തരടുത്തും ലാലേട്ടൻ ചോദിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് പറയാം. ഇത് ഒരു പെട്ടെന്ന് എന്ന് വെച്ചാൽ അവിടെ ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം കൂടി പെട്ടെന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു വീക്കെൻഡ് എപ്പിസോഡായിരുന്നു. ലാലേട്ടൻ ഇൻ്റർവെൽ സമയത്ത് അകത്തേക്ക് പോയ സമയത്ത് തന്നെ അവിടെ നമ്മുടെ അഭിശ്രീ വന്നിട്ട് അനീഷിൻ്റെ അടുത്ത് ഒരുപാട് റൈസായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് പുള്ളിക്കാരനെ ഇങ്ങനെ തട്ടിയില്ലെന്നുള്ള രീതിയിൽ അമ്മാതിരി ദേഷ്യം. നമുക്ക് തോന്നും ഇപ്പോൾ പുള്ളി തല്ലോന്ന് തോന്നും, പക്ഷേ ഭയങ്കരമായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാലേട്ടൻ വന്നപ്പോൾ അത് ചോദിച്ചു, നിങ്ങളുടെ അംഗമൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹം പിന്നീട് ബാക്കി കാര്യങ്ങളിലേക്ക് പോയത്. എന്തായാലും വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നു. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.